ക്രിസ്മസ് ചരിത്രം പരിശോധിച്ചാൽ എല്ലാ മതങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ ആരാധന പുരുഷന്മാരെ അതുല്യരായി അവതരിപ്പിക്കുക സർവ്വസാധാരണമാണ്. ബൈബിളും അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. ആയതിനാൽ ഈ ക്രിസ്മസിൽ ബൈബിളിന് പുറത്ത് സ്ഥലകാല ഭാഷ മതങ്ങൾക്ക് അതീതമായി ക്രിസ്തുവിനെ കുറിച്ച് എവിടെയെല്ലാം എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. സോക്രട്ടീസ്. ക്രിസ്തുവിന് 400 വർഷം മുമ്പ് ജീവിച്ച സോക്രട്ടീസ് തന്റെ ശിഷ്യനായ അൽസിബൈഡസിനോട് പറഞ്ഞു, നീ ഒരു ജ്ഞാനിക്ക് വേണ്ടി കാത്തിരിക്കുക. അവൻ എല്ലാവരെയും മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കും. കൺഫ്യൂഷ്യസ്. ക്രിസ്തുവിന് 550 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച കൺഫ്യൂഷ്യസ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധൻ വരണം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ള അവനിൽ എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നു. ബുദ്ധൻ. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ബുദ്ധൻ, പരിശുദ്ധനായവൻ വരും. അവൻ ജനങ്ങളെ തങ്ങളുടെ പഴയ മാർഗങ്ങളിൽ നിന്ന് ഒരു നൂതനമായ മാർഗത്തിലേക്ക് നയിക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യ സംസ്കാരത്തിൽ രചിക്കപ്പെട്ട വേദങ്ങളാണ് ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. അതിൽ സാമവേദത്തിൽ മനുഷ്യാവതാരം ചെയ്യാൻ പോകുന്ന പ്രജാപതിയെക്കുറിച്ച് ഇങ്ങനെ പ്രതിപാദിക്കുന്നു, കന്യകയിൽ നിന്ന് മനുഷ്യാവതാരമെടുത്ത് ഒരു കാലിത്തൊഴുത്തിൽ പിറക്കും. താത പുത്ര ആത്മാ സംയുക്തം ബ്രഹ്മം എന്നാണ്. ആരാണ് ദൈവം എന്നതിനെക്കുറിച്ച് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. ശാരോഗ്യ ഉപനിഷത്തിൽ വെച്ച് വരാനിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പ്രതിപാദിക്കുന്നു. അവൻ സത്യമാണ്. സത് തത് യത്, ആളത്വമുള്ള സത്യം. സത് ദൈവത്വം, തത് മനുഷ്യത്വം, യത് രണ്ട് ഭാവങ്ങളെയും സമ്മേളിച്ചിരിക്കുന്നു. ഋഗ്വേദ അധ്യായം 10:97 ഇങ്ങനെ പ്രതിപാദിക്കുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ പ്രജാപതിയെ രൂപത്തിൽ ബന്ധിച്ച് യാഗം കഴിക്കും. ഈ ബലിമൃഗത്തിന്റെ വൈശിഷ്ട്യങ്ങൾ എന്ന് വെച്ചാൽ ബലിമൃഗം ന്യൂനമറ്റതായിരിക്കണം, മുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതും അസ്ഥികളൊന്നുപോലും തകർക്കപ്പെടാതെ രക്തം ചിന്തേണ്ടതാണെന്നും അവന്റെ വസ്ത്രങ്ങൾ വിഭജിക്കപ്പെടണമെന്നും സ്വന്തം ശക്തിയാൽ ജീവനിലേക്ക് തിരിച്ചു വരേണ്ടതാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യകുലത്തെ തന്റെ ജീവാർപ്പണത്തിലൂടെ രക്ഷിച്ചവനോട് ആരിനിക ഉപനിഷത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. BC 750 മതമാണ് സൊറാസ്ട്രിയൻ മതം. ഒരു കാലഘട്ടത്തിന്റെ ദശാസന്ധിയിൽ സനായുഗം പ്രത്യക്ഷപ്പെടുമെന്നും അവന് നിത്യ അസ്തിത്വമുണ്ടാകുമെന്നും കന്യകയിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്യുമെന്നും ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും മേൽ അവൻ ന്യായം വിധിക്കുമെന്നും അവൻ ദൈവത്തിന്റെ അവികലമായ സാമ്രാജ്യം സ്ഥാപിക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അൽ ബഖറ എന്ന 2-ാം അധ്യായത്തിൽ 87-90 വചനങ്ങൾ, നാം മൂസയ്ക്ക് വേദം നൽകി, മറിയത്തിന്റെ പുത്രൻ ഈസായിക്ക് പരിശുദ്ധ ആത്മാവിന്റെ പിൻബലം നൽകി, അവനെ നിങ്ങളിലേക്ക് അയച്ചു, പക്ഷെ നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്ത് തരം സ്വഭാവമാണ് നിങ്ങളുടേത്? 19-ാം അധ്യായം മറിയം 19-ാം വാക്യം. ജബ്രിയേൽ എന്ന മലക്ക് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധനായ ഒരു ആൺ സന്താനത്തെ പ്രദാനം ചെയ്യുവാൻ അള്ള തിരുമനസ്സായിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശ എന്ന നാമം 25 പ്രാവശ്യവും മറിയത്തിന്റെ മകനെന്ന് പലതവണ പരോക്ഷമായും പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു. യഹൂദരുടെ ചരിത്രമായ പഴയ നിയമത്തിൽ 351 പ്രവചനങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. പ്രവചനങ്ങൾക്ക് വള്ളിയോ പുള്ളിയോ തെറ്റാതെ എല്ലാ പ്രവചനങ്ങളും ക്രിസ്തു എന്ന കേന്ദ്രബിന്ദുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. കാലത്തിന്റെ സമ്പൂർണതയിൽ അവൻ മനുഷ്യാവതാരം ചെയ്തു. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ യോഹന്നാൻ പാടിപ്പുകഴ്ത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. പരിശുദ്ധ കന്യകാമറിയം മാതൃസ്നേഹത്താൽ അവിടുത്തെ ലാളിച്ചു. വിശുദ്ധ യൗസേപ്പ് അവിടുത്തെ കാത്തു പരിപാലിച്ചു. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ 53-54 AD തൊട്ടും
4 സുവിശേഷങ്ങൾ 70 AD തൊട്ട് 100 AD രചിക്കപ്പെട്ടതും 200 AD ഈ പുസ്തകങ്ങളെല്ലാം സമാഹരിക്കപ്പെടുകയും 500 AD വിവിധ സഭകളുടെ അംഗീകാരത്തോടെ ബൈബിൾ എന്ന പ്രമാണരേഖയായി അംഗീകരിക്കുകയും കൈയെഴുത്ത് പ്രതികളായി രചിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഗുട്ടൻബർഗ് എന്ന വ്യക്തിയാണ് 1454 22 ഒക്ടോബറിൽ ജർമ്മനിയിലെ മെയിൻസിൽ വെച്ച് ബൈബിൾ അച്ചടിച്ചത്. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും 33 AD 54-51 AD എഴുതിയ 1 കൊറിന്തോസ് 15 അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ ഉയർപ്പിക്കപ്പെടുകയും കേപ്പയ്ക്കും മറ്റു അപ്പോസ്തലന്മാർക്കും 500-ലധികം സഹോദരന്മാർക്കും പ്രത്യക്ഷപ്പെട്ടുവെന്നും അവരിൽ ചിലർ മരിച്ചുവെന്നും എന്നാൽ മിക്കവരും ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്നും പിന്നീട് തനിക്കും പ്രത്യക്ഷനായെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം വാക്യത്തിൽ ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചിട്ടുള്ളതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നുവെന്ന് പ്രതിപാദിക്കുന്നു. ഇവരെല്ലാവരും യാഥാസ്ഥിക യഹൂദമതം പിന്തുടർന്നു വന്നവനും എന്നാൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടവരുമാണ്. എന്നാൽ നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ക്രിസ്തു വിരോധികളായ ചരിത്രകാരന്മാർ ക്രിസ്തുവിനെയും ആദിമ ക്രിസ്ത്യാനികളെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് കേൾക്കാം. ജോസേഫുസ് 37 AD ജനിച്ച യഹൂദ ചരിത്രകാരനായ അദ്ദേഹം പീലാത്തോസ് യൂത ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ച് 93 AD രചിച്ച ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന പുസ്തകത്തിൽ തങ്ങളുടെ ഇടയിലുള്ള പ്രമാണിമാരുടെ പ്രേരണ മൂലം പീലാത്തോസ് ക്രിസ്തുവിനെ ക്രൂശിച്ചുവെന്നും അതുപോലെ യോഹന്നാന്റെ മരണത്തെക്കുറിച്ചും ക്രിസ്തു എന്ന മിശിഹായുടെ സഹോദരനായ ജെയിംസിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് യഹൂദ സനേദ്രം തീരുമാനിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ടാക്കിറ്റസ് റോമൻ ചരിത്രകാരനായ അദ്ദേഹം 116-117 AD രചിച്ച അനാലസ് എന്ന പുസ്തകത്തിൽ പുനരുദ്ധാരണത്തിനായി നീറോ റോം കത്തിച്ചുവെന്നും അത് ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെച്ച് അവരെ നിഷ്ഠൂരമായി കൊല്ലുകയും ചെയ്തുവെന്നും പീലാത്തോസ് കൊന്ന ക്രിസ്തു എന്ന മനുഷ്യനിൽ അവർ വിശ്വസിക്കുന്നുവെന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന അന്ധവിശ്വാസത്തിൽ കുടുങ്ങി അവനെ ആരാധിക്കുകയും ചെയ്യുന്നുവെന്നും അവർ എന്തിനാണ് ഈ അന്ധവിശ്വാസം റോമിൽ കൊണ്ടുവന്നതെന്നും പരിതപിക്കുകയും ചെയ്യുന്നു. പ്ലെയിൻ ദ യങ് റോമൻ സെനറ്റർ ആയ അദ്ദേഹം ചക്രവർത്തിക്ക് എഴുതുന്നു: റോമൻ ദൈവങ്ങളെ വിശ്വസിക്കാത്ത ഇവർ ക്രിസ്തു എന്ന മനുഷ്യനെ വിശ്വസിക്കുന്നുവെന്നും റോമൻ പൗരന്മാരെ പോലെ ചതിയോ വഞ്ചനയോ പ്രവർത്തിക്കാതെ പാവപ്പെട്ടവനെയും പണക്കാരനെയും അടിമയെയും ക്രിസ്ത്യാനി എന്ന ഒറ്റവാക്കിൽ അഭിസംബോധന ചെയ്യുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സുയിട്ടോണിയസ് റോമൻ ചരിത്രകാരൻ AD 69 AD 122 വരെ അദ്ദേഹം എഴുതുന്നു: റോമിൽ ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് യഹൂദർ ദുർബോധനം നടത്തുന്നുവെന്നും അതുകൊണ്ട് ക്ലോഡിയസ് ചക്രവർത്തി എല്ലാ യഹൂദന്മാരെയും റോമിൽ നിന്ന് പുറത്താക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിലെ അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ പോന്തിയോസ്കാരനായ അഖില്ല ഭാര്യ പ്രഷലയോടൊപ്പം ക്ലോഡിയസിന്റെ കൽപ്പന പ്രകാരം റോം വിട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാരാബാർ, സെർപ്പിയോൺ, ലൂസിയനോ, സമൂസ്റ്റ, സെലസ്, സ്റ്റാർബോ, സെനീക്ക, പ്ലൂർട്ടറച്ച്, വാലേറിയസ്, മാക്സിമസ് എന്നിവരും ക്രിസ്തുവിനെ കുറിച്ച് അനുകൂലിച്ചും നിശിതമായി വിമർശിച്ചും എഴുതിയ ചരിത്രകാരന്മാരാണ്. 9 സെക്കുലർ എഴുത്തുകാരും 9 പുതിയ നിയമത്തിലെ എഴുത്തുകാരും ബൈബിളുമായി യാതൊരു ബന്ധമില്ലാത്ത 20 ക്രിസ്ത്യൻ എഴുത്തുകാരും 4 മതവിരുദ്ധ എഴുത്തുകാരും കൂടി അങ്ങനെ മൊത്തം 42 പ്രമാണരേഖകൾ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിനു ശേഷം 150 വർഷത്തിനുള്ളിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയുടെ വിശ്വപ്രസിദ്ധമായ ഒരു ക്രിസ്മസ് കഥയുണ്ട്. ആ കഥയിലെ ചെരുപ്പ് കുത്തി ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തു തന്റെ വീട്ടിൽ അതിഥിയായി വരുമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെയും നോക്കി തന്റെ ജനലിലൂടെ പുറത്തേക്ക് കണ്ണും നട്ടുമിരുന്നു. തണുത്ത് വിറങ്ങലിച്ച ആ ക്രിസ്മസ് ദിനത്തിൽ തന്റെ വീടിന്റെ മുമ്പിൽ അഭയം തേടിയവർക്ക് ക്രിസ്തുവിന് കാത്തുവെച്ച ചായയും ക്യാബേജ് സൂപ്പും ആദരക്ഷകളും അദ്ദേഹം സമ്മാനിച്ചു. ക്രിസ്മസ് രാത്രി എല്ലാ ഭവനങ്ങളും ആഘോഷങ്ങളിലേക്ക് വഴുതി വീണപ്പോൾ ഏകനായ ആ മനുഷ്യൻ
തന്റെ കിടക്കയുടെ ചൂടിലേക്ക് മയങ്ങി വീണു. അപ്പോൾ അദ്ദേഹം ഒരു സ്വരം ശ്രവിച്ചു. ഞാൻ വിശന്ന് വലഞ്ഞു നിന്റെ മുമ്പിൽ വന്നു. നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് വസ്ത്രം നൽകി. ഞാൻ തണുത്ത് വിറച്ച് നിന്റെ മുമ്പിലെത്തി, നീ എനിക്ക് ചൂട് തന്നു. എന്റെ ഈ എളിയ സഹോദരർക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. നിന്റെ തൊട്ടരികിലിരിക്കുന്ന സഹോദരന്റെ പേരാണ് ക്രിസ്തു എന്ന തിരിച്ചറിവാണ് ക്രിസ്മസ്. നാം മിന്നുന്ന നക്ഷത്രങ്ങളായി മാറേണ്ടത് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലാണ്. നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളുടെയും നിരാശരായ രോഗികളായ സഹോദരങ്ങളുടെയും ജീവിതങ്ങളിലാണ് വർണ്ണവിളക്കുകളെ പോലെ നാം പ്രശോഭിക്കേണ്ടത്. സ്വാർത്ഥതയുടെ ചെളിക്കുണ്ടിൽ കിടന്ന് ഇന്ന് 98% ക്രിസ്ത്യാനികളും ഈ ദൈവപുത്രനെ തങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ആട്ടിയിറക്കിയ ശേഷമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ബത്ലഹേമിലെന്ന പോലെ കൊട്ടിയടക്കപ്പെട്ട ഹൃദയങ്ങളിൽ നിന്ന് മാറി നിഷ്കളങ്ക ഹൃദയങ്ങളിൽ വന്ന് പിറക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഇമാനുവൽ അനുഭവമാണ്. ഒറീസയിലെ കണ്ടമഹായിൽ അഭിമന്യു എന്ന ഒരു ഹൈന്ദവ ചെറുപ്പക്കാരനെ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് മതതീവ്രവാദികൾ അഗ്നിക്കിരയാക്കുകയും അദ്ദേഹത്തിന്റെ വീടിന് തീയിടുകയും ചെയ്തു. മരണത്തോട് മല്ലടിച്ച അദ്ദേഹം തന്നോട് ഈ ക്രൂരത ചെയ്ത മനുഷ്യരോട് ക്ഷമിച്ചു. 5 ദിവസം കഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ തെരുവ് നായ്ക്കൾ തന്റെ ഭർത്താവിന്റെ ശവശരീരം കടിച്ചു വലിക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ഭാര്യയാണ് കണ്ടത്. ദൈവം മനുഷ്യനായി എന്നതാണ് ക്രിസ്മസ് എങ്കിൽ മനുഷ്യൻ ദൈവ സ്വഭാവം പ്രകടമാക്കി എന്നതിന്റെയും പേരാണ് ക്രിസ്മസ്. കണ്ടമഹാലിലെ ക്രിസ്തുവിന്റെ പേരാണ് അഭിമന്യു. ആദിമ ക്രൈസ്തവർ ഈ ദൈവപുത്രന്റെ വാക്കുകളനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചു എന്നതിന് തെളിവായി കെനത്ത് എൽവുഡ് 2000 Years of Jesus എന്ന ടൈറ്റിലിൽ 1999 മാർച്ച് 29 ന്യൂസ് വീക്കിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ റോമൻ സാമ്രാജ്യത്ത് പകർച്ചവ്യാധികൾ പിടിക്കപ്പെട്ടത് മൂലം സ്വന്തം ഭവനങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടവരെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ആദിമ ക്രിസ്ത്യാനികൾ ഈ ഹതഭാഗ്യരെ തെരുവിൽ നിന്ന് പെറുക്കിയെടുത്ത് തങ്ങളുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അതിന് കാരണം ചരിത്രകാരന്മാർ പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അവർക്ക് മരണത്തെ പേടിയില്ലായിരുന്നു എന്നതാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനത വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അവർക്ക് ആദിമ ക്രൈസ്തവരിലൂടെ ദൈവസ്നേഹത്തിന്റെ വലിയൊരു പ്രകാശം കാണുവാൻ സാധിച്ചു. കൽക്കട്ടയിലെ തിരുവീതികളിൽ പട്ടികളാൽ നക്കപ്പെട്ട് മരണത്തിന്റെ നിഴലും കാത്ത് ഓടയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് തൂവെള്ളയിൽ നീലക്കരയുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ വർണ്ണിക്കാനാവാത്ത ദൈവസ്നേഹത്തിന്റെ ദീപ്തി അവർക്കായി ഉദയം ചെയ്തതായി അനുഭവപ്പെട്ടു. ഫാദർ ഡാമിയൻ, ഫ്രാൻസിസ് അസീസി, വിൻസെന്റ് ഡി പോൾ, മാക്സിമിലിയൻ കോൾബ്, ദൈവസ്നേഹത്തിന്റെ പട്ടികകൾ ഇങ്ങനെ നീളുന്നു. സ്വാമി വിവേകാനന്ദൻ, ഞാൻ ക്രിസ്തുവിന്റെ കാലത്ത് പാലസ്തീനായിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ കണ്ണുനീർ കൊണ്ടല്ല ചങ്കിലെ ചോര കൊണ്ട് അവിടത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു. മുക്തി വേണമെങ്കിൽ ക്രിസ്തുവിന് പ്രഥമ പരിഗണന കൊടുക്കുക എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നു. ശ്രീരാമ പരമഹംസൻ ഒരിക്കൽ കയ്യിൽ ഉണ്ണിയേശുവിനെയും എടുത്തു നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിൽ നിന്ന് ദിവ്യ കതിരുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ദിവ്യാനുഭൂതിയിൽ അദ്ദേഹം ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു, ഓ മഡോണ ആൻഡ് ചൈൽഡ്, വാട്ട് ആർ യു ഡൂയിങ് ടു മീ? 3 ദിവസത്തോളം അദ്ദേഹം ആ ആനന്ദ ലഹരിയിൽ കഴിച്ചുകൂട്ടി. പിന്നീട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ജോൺ നോക്സ്, ലോകത്ത് പല മതങ്ങളും പല ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു എന്ന ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ആരും ഒരു ദൈവത്തെയും സ്നേഹിച്ചിട്ടില്ല. ഇന്ന് പാലസ്തീനായുടെ പൊടിപാറുന്ന തിരുവീതികളിലൂടെ നാം കടന്നുപോയാൽ അനേകർക്ക് സൗഖ്യം നൽകിയ കരുണാമയനായ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആ പാദസ്പർശമേറ്റ ഗലീല കടൽ തീരത്ത് ചെന്ന് നോക്കിയാൽ തിരകളത് മായ്ച്ചിട്ടുണ്ടാകും. എന്നാൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് ഇന്നും ആവശ്യമുണ്ട്. മ്ലേച്ഛത നിറഞ്ഞ
വേശ്യാലയത്തിലൂടെ അവൻ കടന്നുപോട്ടെ, ലഹരിയുടെ അന്ധകാരത്തിലൂടെ അവൻ കടന്നുപോട്ടെ, രോഗത്തിന്റെ നിസ്സഹായാവസ്ഥയിലൂടെ അവൻ കടന്നുപോട്ടെ, കാപഢ്യമുള്ള ഈ ലോകത്തിലൂടെ ഇനിയും അവൻ പ്രത്യാശയുടെ സദ്വാർത്ത നൽകിക്കൊണ്ട് കടന്നുപോട്ടെ. നിന്നിലൂടെ അവൻ കടന്നുപോട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.